ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരള പാഠാവലി പാഠപുസ്തകത്തിലെ 7ാം ക്ലാസ്സിലെ മൊഴി പൊഴിയും അഴക് എന്ന ഏകകത്തിലെ വാക്ക് എന്ന പാഠഭാഗമാണ്. വാക്ക് എന്ന പാഠഭാഗം എഴുതിയത് മലയാളത്തിലെ ആധുനിക സാഹിത്യത്തിലെ പ്രശസ്ത എഴുത്തുകാരനായിരുന്ന അതിയാരത്ത് കുഞ്ഞുണ്ണി മാഷാണ്. അതിയാരത്ത് കുഞ്ഞുണ്ണി മാഷ് 1927 മെയ് 10 പൊന്നാനി താലൂക്കിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ വാക്ക് എന്ന പാഠഭാഗമാണ് ഇന്ന് നാം പരിചയപ്പെടാൻ പോകുന്നത്. വാക്ക് എന്നത് കേവലം ശബ്ദങ്ങളോ അക്ഷരങ്ങളോ മാത്രമല്ല. അത് ആശയവിനിമയത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും അടിസ്ഥാന ശിലയാണ്. മനുഷ്യനെ മറ്റ് ജീവികളിൽ നിന്നും വേറിട്ട് നിർത്തുന്ന പ്രധാന ഘടകവും ഭാഷയും വാക്കുകളുമാണ്. കാരണം അത് ആശയവിനിമയത്തിൻ്റെ മാധ്യമം കൂടിയാണ്. വാക്കുകൾ ഉപയോഗിച്ചാണ് നാം നമ്മുടെ വിചാരങ്ങളും വികാരങ്ങളും ആവശ്യങ്ങളും മറ്റുള്ളവരെ അറിയിക്കുന്നത്. ഒരു വ്യക്തിയുടെ ഉള്ളിലെ ലോകത്തെ പുറം ലോകവുമായി ബന്ധിപ്പിക്കുന്ന പാലമാണ് വാക്കുകൾ. അതുകൊണ്ട് തന്നെ വാക്കിൻ്റെ ശക്തി പ്രധാനമാണ്. വാക്കിന് ആയുധത്തേക്കാൾ മൂർച്ചയുണ്ടെന്ന് പറയാറുണ്ട്. കാരണം അതിന് സൃഷ്ടിപരമായൊരു വശമുണ്ട്. നല്ല വാക്കുകൾക്ക് ഒരാളെ പ്രചോദിപ്പിക്കാനും സാന്ത്വനിപ്പിക്കാനും സ്നേഹം പകരാനും കഴിയും. അതുപോലെ തന്നെ അതിന് സംഹാരപരമായിട്ടുള്ള ഒരു വശമുണ്ട്, അതായത് ദോഷമായിട്ടുള്ളൊരു വശം. കഠിനമായ വാക്കുകൾ മുറിവുകൾ ഉണ്ടാക്കാനും ബന്ധങ്ങൾ തകർക്കാനും കാരണമാകും. ഒരിക്കൽ പറഞ്ഞുപോയ വാക്ക് തിരിച്ചു പിടിക്കാൻ കഴിയില്ല എന്നത് അതിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. നമ്മുടെ സാഹിത്യവും വാക്കും തമ്മിൽ ഒരുപാട് ബന്ധമുണ്ട്. കാരണം കവിതയായാലും കഥയായാലും അതിലെ ജീവൻ വാക്കുകളാണ്. വാക്കുകളെ മനോഹരമായി കോർത്തിണക്കുമ്പോഴാണ് സാഹിത്യം ജനിക്കുന്നത്. വാക്കിൻ്റെ അർത്ഥം തേടുക എന്നത് അറിവിനായുള്ള അന്വേഷണം കൂടിയാണ്. ഭാരതീയ ദർശനങ്ങളിൽ വാക്കിനെ ദൈവമായി ആരാധിക്കുന്നുണ്ട്. ശബ്ദബ്രഹ്മം എന്ന സങ്കല്പം വാക്കിൻ്റെ പ്രാധാന്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. സത്യസന്ധമായ വാക്ക് ഒരാളുടെ വ്യക്തിത്വത്തിൻ്റെ അളവുകോലാണ്. ചില സമയത്ത് വാക്കിനേക്കാൾ മൗനവും നല്ലതാണെന്ന് പറയാറുണ്ട്. വാക്കുകൾക്ക് എത്രത്തോളം പ്രധാനമാണോ അത്രത്തോളം തന്നെ പ്രധാനമാണ് മൗനവും. എവിടെ സംസാരിക്കണം, എവിടെ മിണ്ടാതിരിക്കണമെന്ന് അറിയുന്നതാണ് യഥാർത്ഥ ബുദ്ധി. അമിതമായ വാക്കുകൾ അർത്ഥശൂന്യമാകാറുണ്ട്. ചുരുക്കത്തിൽ നാം ഉപയോഗിക്കുന്ന വാക്കുകൾ നമ്മുടെ സംസ്കാരത്തിൻ്റെയും സ്വഭാവത്തിൻ്റെയും പ്രതിഫലനമാണ്. അതുകൊണ്ട് തന്നെ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും നാം മിതത്വവും വിനയവും പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മുടെ പാഠഭാഗത്തിലെ ലേഖനത്തിൽ ഒരു ആനയും ആനക്കാരനും അതുപോലെ തന്നെ ഒരു നമ്പൂതിരിയുമാണ് കഥാപാത്രമായി വരുന്നത്. ഒരു ആനയും കൊണ്ട് അതിൻ്റെ ആനക്കാരൻ നടന്നു വരികയാണ്. അപ്പോഴാണ് ഒരു നമ്പൂതിരി വന്ന് ചോദിക്കുന്നത്, ആരാ ആ ആനപ്പുറത്ത് പോണത്? ഒന്നിറങ്ങി ഇത്രയിടം വരാ. ആനപ്പുറത്ത് പോകുന്ന ആൾ ഇറങ്ങിച്ചെന്നപ്പോൾ നമ്പൂതിരി ചോദിച്ചു, അസാരം ചുണ്ണാമ്പുണ്ടോ എടുക്കാൻ? നോൺ. ഇല്ലത്തെന്ന് പുറപ്പെടുമ്പോൾ ചുണ്ണാമ്പിൻ്റെ കാലങ്ങളടന്താളിച്ചു. അതായത് കുറച്ച് ചുണ്ണാമ്പുണ്ടോ എടുക്കാൻ? ഞാൻ ഇല്ലത്തെന്ന് പോന്നപ്പോൾ ചുണ്ണാമ്പ് എടുക്കാൻ മറന്നു എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇത് കേട്ടപ്പോൾ നമ്മുടെ ആനക്കാരന് കലശമായ കോപമുണ്ടെങ്കിലും നമ്പൂതിരിക്ക് ചുണ്ണാമ്പ് കൊടുത്തു. അങ്ങനെ വീണ്ടും ആനപ്പുറത്ത് കയറി പോവാണ്. അപ്പോഴാണ് നമ്മുടെ നമ്പൂതിരിക്ക് വേറൊരു സംശയം. കാരണം സംശയമില്ലേ ചോദിക്കായിരുന്നു. എന്തായാലും ചോദിക്കാമെന്ന് വെച്ചിട്ട് പറയാണ്, ആനക്കാരാ ആനക്കാരാ എന്ന് ഉച്ചത്തിൽ വിളിച്ചുകൊണ്ട് ഓടിച്ചെന്നിട്ട് പറയാം,
എന്തായാലും ചുണ്ണാമ്പ് ചോദിച്ചപ്പോൾ ചുണ്ണാമ്പ് തന്നു. എന്നാ ആനേനും അങ്ങോട്ട് തരുമോ? പോയാലൊരു വാക്കല്ലേ, കിട്ടിയ ഒരു ആനയുമായി എന്ന രീതിയിലാണ് ഇവിടെ നമ്മുടെ നമ്പൂതിരി ആനക്കാരനോട് ചോദിക്കുന്നത്. ആയാലൊരാന പോയാലൊരു വാക്ക് എന്ന് കാര്യമായി തന്നെ കരുതി കണ്ടതിനൊക്കെ കൈനീട്ടിയിരിക്കുന്നവരെ കളിയാക്കിക്കൊണ്ടുള്ള ഈ നമ്പൂരിക്കഥയിൽ കാര്യമായ മറ്റൊരു കാര്യം കൂടി അടങ്ങിയിട്ടുള്ളതുകൊണ്ടാണ് നമ്മുടെ കുഞ്ഞുണ്ണി മാഷ് ഈ പാഠഭാഗത്ത് ഇത്തരമൊരു സന്ദർഭം അവതരിപ്പിക്കുന്നത്. വാക്കല്ലേ, വില വേണ്ടാത്തതല്ലേ, നഷ്ടമൊന്നും പറ്റാനില്ലല്ലോ, കണ്ടമാനം ചെലവാക്കി കളയാമെന്ന് വാക്കിനെക്കുറിച്ച് ഒരു വിലയില്ലായ്മയുണ്ട് പലർക്കും. ഇവിടെ പാഠഭാഗത്ത് കുഞ്ഞുണ്ണി മാഷ് പറയുന്നത് അതുതന്നെയാണ്. കാരണം ഓരോ വാക്ക് പ്രയോഗിക്കുമ്പോഴും നാം ശ്രദ്ധിക്കണം. വാക്കിൻ്റെ പ്രാധാന്യം വലുതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നു, വാക്ക് കണ്ടമാനം ചെലവാക്കി കളയാമെന്ന രീതിയിൽ, നഷ്ടമൊന്നും പറ്റാനില്ലല്ലോ എന്ന രീതിയിൽ നാം പ്രയോഗിക്കരുത്. അത് ശരിയല്ല. കാരണം വാക്കിനുള്ളത്ര വില മറ്റൊന്നിനുമില്ല എന്ന് അദ്ദേഹം പറയുന്നു. മറ്റുള്ള എല്ലാറ്റിനെയും വിലയുള്ളതാക്കാനും വിലയില്ലാത്തതാക്കാനും വാക്കാണ്. അതിനാൽ വിലയില്ലാതെ വേണ്ടിടത്ത് വിളമ്പാനുള്ളതല്ല വാക്ക് എന്നുകൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുകയാണ് ഈ പാഠഭാഗത്ത്. മാത്രമല്ല അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ കൂടി പറയുന്നു. 1000 നേടാനും 1000 നശിക്കാനും വാക്കൊന്നു മതി. അതിനാൽ ആക്കം നോക്കി തൂക്കി നോക്കി വേണം വാക്കുപയോഗിക്കാൻ. മറ്റൊരു പ്രയോഗം ശ്രദ്ധിക്കാം. നാക്കുണ്ടെങ്കിൽ തൂക്കുകയില്ല എന്ന് തന്നെയല്ലേ. നാക്കുള്ളവന് നാട്ടിൽ പാതി കിട്ടുകയും ചെയ്യും. മാത്രമോ നാക്കിനെ വെന്നല്ലെല്ലാം വെല്ലും. നാക്കുകൊണ്ടാണ് ആളുകളെ തൂക്കി നോക്കുന്നത് എന്നാണ് ഇവിടെ കുഞ്ഞുണ്ണി മാഷ് പറയുന്നത്. അതിനാൽ സമയം നോക്കി, സന്ദർഭം നോക്കി, ചോദിക്കുന്നവനെ നോക്കി, കേൾക്കുന്നവനെ നോക്കി വേണം പറയുന്നവൻ പറയാൻ. പിന്നെ അദ്ദേഹം ഈ ലേഖനത്തിൽ വാക്കിനെക്കുറിച്ച് അനേകം കാര്യങ്ങൾ നമ്മളോട് പങ്കുവയ്ക്കുന്നു. പറഞ്ഞ വാക്ക് പിന്നെ ആന വലിച്ചാലും പോരില്ല. അതിനാൽ പിൻവലിക്കേണ്ടി വരാത്ത വാക്കേ പറയാവൂ. നാം പ്രയോഗിക്കുന്ന ഓരോ വാക്കും നാം ശ്രദ്ധിക്കണം. എറിഞ്ഞ കല്ലും പറഞ്ഞ വാക്കും ഒരുപോലെയാണ്. നമുക്കത് തിരിച്ചെടുക്കാൻ പറ്റില്ല. കാരണം 2 ലക്ഷ്യത്തിലല്ലെങ്കിൽ എവിടെയെങ്കിലും എങ്ങനെയെങ്കിലും ചെന്നു കൊള്ളും, നിശ്ചയമാണ്. ഞാൻ പറഞ്ഞത് തനിക്ക് പിടിച്ചില്ലെങ്കിൽ ഇങ്ങോട്ട് മടക്കിയെടുത്തു എന്ന് പലരും പറയാറുള്ളതിൽ നിന്ന് തന്നെ വാക്കിൻ്റെ സ്വഭാവം വ്യക്തമാണെന്ന് കുഞ്ഞുണ്ണി മാഷ് ഓർമ്മിപ്പിക്കുകയാണിവിടെ. നാക്കിൽ നിന്ന് വന്ന വാക്ക് നിഷ്ഫലമാകുകയില്ല ഒരിക്കലും ഒരാളുടെയും. വാക്കാണെങ്കിൽ നോക്കുദൂരെ, അത്രയ്ക്കുണ്ട് വാക്കിൻ്റെ ഊക്ക്. അദ്ദേഹം പറയാണ്, നിഗ്രഹാനുഗ്രഹ ശക്തിയുള്ളതാണ് വാക്ക്. ഒരാളെ നിഗ്രഹിക്കാനും ഒരാളെ അനുഗ്രഹിക്കാനും ആ വാക്കിന് സാധിക്കുമെന്നുകൂടി അദ്ദേഹം പങ്കുവയ്ക്കുന്നു. താപസന്മാരുടേതു മാത്രമല്ല താമസന്മാരുടെയും വാക്ക് അങ്ങനെ തന്നെയാണെന്ന് കുഞ്ഞുണ്ണി മാഷ് പറയുകയാണ്. താപസന്മാരുടെ വാക്ക് മറ്റുള്ളവരെ നിഗ്രഹിക്കുന്നു, അനുഗ്രഹിക്കുന്നു. എന്നാൽ താമസന്മാരുടേത് അവരെ തന്നെ നിഗ്രഹിക്കുന്നു. ഇത്ര മാത്രമേ വ്യത്യാസമുള്ളൂവെന്നും കുഞ്ഞുണ്ണി മാഷ് പറയുകയാണ്. വാക്കിനു വാക്കു വേണ്ട, നല്ല വാക്കിനു വ്യാഖ്യാനം വേണ്ട എന്നർത്ഥം. മറ്റൊരർത്ഥം കൂടിയുണ്ട്. മഹാന്മാരുടെ വാക്ക് പറഞ്ഞു പരത്താതെ തന്നെ വേണ്ട ദിക്കിലെല്ലാം വേണ്ടത്ര വേഗത്തിൽ വേണ്ടത്ര കാലം പ്രചരിച്ചുകൊള്ളും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. 1000 വാക്കിന് അരച്ചെത്ത് എന്ന് പറയാറുണ്ട്. ഈ പാഠഭാഗത്ത് നാം ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരുപാട് വാക്കിനെ കുറിച്ചിട്ടുള്ള പ്രയോഗങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാൻ സാധിക്കും. ആളുവില, കല്ലുവില, അത് തന്നെയാണ് വാക്കിൻ്റെ നില എന്നും പറയുന്നു. നാക്കുവില, വാക്കുവില എന്നും കൂടി പറയാം. പിന്നീട് അദ്ദേഹം പറയാണ്, ഈ ഞാൻ സുവർണ ലിപികളിൽ എഴുതി ചില്ലിട്ട് വയ്ക്കത്തക്ക പല പല നല്ല വാക്കുകൾ മൈക്കിനു മുന്നിൽ നിന്നു മഹാസദസ്സിനെ നോക്കി ഭംഗിയായി പറയാറുണ്ട്. ആരും കേൾക്കാറില്ല. കുഞ്ഞുണ്ണി മാഷ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നുവെന്ന് ആരും ഒരിക്കലും ആരോടും പ്രമാണമാക്കി പറയുന്നതായി ഞാൻ ഇന്നേ വരെ കേൾക്കുകയുണ്ടായിട്ടില്ല. എൻ്റെ വാക്കുകൾ എൻ്റെ കാതുകൾ കേട്ട വാക്കുകളാണ്. എൻ്റെ നാക്കു പറഞ്ഞ വാക്കുകളാണ്.
ഞാനുമായി ആ വാക്കുകൾക്ക് രക്തബന്ധമില്ല എന്നും അദ്ദേഹം പറയുന്നു. വളരെ സുന്ദരമായി നാം പ്രയോഗിക്കുന്ന വാക്കുകളെക്കുറിച്ചും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതിനെക്കുറിച്ച് തന്നെ ഒരു ആനയും ആനക്കാരനും നമ്പൂതിരി ഉൾപ്പെടുന്ന സന്ദർഭവും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കുഞ്ഞുണ്ണി മാഷ് നമ്മുടെ പാഠഭാഗം രചിച്ചിട്ടുള്ളത്.